ഞാനിങ്ങനെ വിക്കിപീഡിയ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരു സർക്കിൾ പോലെ തോന്നി ഈ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ. കാരണം ആദ്യം ഹിന്ദി, തെലുഗു, തമിഴ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് മലയാളത്തിൽ വന്നു. മലയാളികൾക്ക് ചിലപ്പോൾ തന്മാത്രയായിരിക്കും ഓക്കെ മീര വാസുദേവ് എന്ന് പറയുന്നത്, പക്ഷേ അതിനു മുൻപും ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളത്തിലേക്ക് ഇങ്ങനെ മുംബൈയിൽ നിന്ന് വണ്ടി കയറി ഓരോ സ്ഥലങ്ങളിലും അഭിനയിച്ച് അവസാനം കേരളത്തിൽ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു ഇഷ്ടവും ആ എക്സ്പീരിയൻസ് ഒക്കെ? മുംബൈയിലാണ് കരിയർ എനിക്ക് തുടങ്ങിയത്. അതെ, ഞാൻ ബേസിക്കലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ ആണ്. തമിഴ് അയ്യങ്കാർ കുട്ടിയാണ്. അപ്പോൾ തമിഴൊക്കെ എഴുതി പഠിക്കാനെല്ലാം പഠിച്ചിട്ടുണ്ട് അവിടെ തന്നെ. അവിടെ തുടങ്ങിയത് അവിടെ തന്നെ, പിന്നെ ലൈഫ് കൊണ്ടുപോയതാണ് തമിഴിലേക്ക്, തെലുഗുലേക്ക്, ഹിന്ദിയിൽ തന്നെ പിന്നീട് കുറേയൊക്കെ ചെയ്തു, ആഡ്സ് കുറേ ചെയ്തു എല്ലാ ലാംഗ്വേജസിലും. ഫൈനലി തന്മാത്ര വന്ന ശേഷമാണ് കരിയർ ട്രാൻസ്ഫോമിങ് ആയിപ്പോയത്. എന്നിട്ട് അതിനുശേഷം മലയാളത്തിലാണ് ഞാൻ ഫൈനലി ഇവിടെ എൻ്റെ ഫാമിലിയും കൂടെ കൊണ്ടുവന്നിട്ട് ഐ ഹാവ് സെറ്റിൽഡ് ഇൻ ടു മലയാളം, ഇൻ ടു ദ മലയാളം കൾച്ചർ, ഇൻ ടു കേരള. സോ കേരള ഹാസ് ബിക്കം ഹോം ഫോർ മീ. കേരള ഈസ് ഓൾസോ മൈ വർക്ക്. ഈ ഹിന്ദിയിൽ ആദ്യം ചെയ്ത മൂവി, അതിലേക്ക് ഇങ്ങനെ ഓഡിഷൻ ത്രൂ ആണോ പോയത്, അതോ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നോ ഒരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ, അതോ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ വന്ന് പെട്ടതാണോ? ഇത് എൻ്റെ അനിയത്തിയാണ് ആദ്യം തുടങ്ങിയത്. അവള് ന്യൂസ് പേപ്പറിൽ ഒരു ആഡ് കണ്ടു ഇങ്ങനെ ആസ് ഫോർ എ ക്യാരക്ടർ റോൾ ഒരു ഓഡിഷനുക്ക് വേണ്ടി. എന്നിട്ട് അവൾ അതിൽ കയറി ജാനം സംജാ കറോ എന്ന് പറഞ്ഞ പടത്തിലാണ് അവൾ അഭിനയിച്ചത് ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. പിന്നെ ആ പടത്തില് സൽമാൻ ഖാൻ ആൻഡ് ഉർമിള മാത്തോൻകർ ഉണ്ടായിരുന്നു. സെയിം പടം. സോ ആ പടത്തില് ഞാൻ എൻ്റെ അനിയത്തിയോട് ഞാൻ പോവും ലൊക്കേഷൻ ഷൂട്ടിങ്ങിലൊക്കെ. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഐ റിയലി വോണ്ട് ടു ഡു ദിസ്. ഒരിഷ്ടം തോന്നി. ഐ തിങ്ക് ഐ വിൽ ബി ഗുഡ് ഫോർ ദിസ്. അങ്ങനെ തോന്നി. ഐ തോട്ട് ഐ വിൽ ബി ഏബിൾ ടു ഒരു ആക്ട്രസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഹീറോയിൻ അല്ല ഞാൻ ആലോചിച്ചത്, ആക്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഫീലിംഗ് തോന്നി. എന്നിട്ട് അത് ഞാൻ എൻ്റെ അമ്മയച്ഛനോട് ഷെയർ ചെയ്തു. പെട്ടെന്ന് ഞാൻ എൻ്റെ തടി കുറഞ്ഞിട്ട് ഐ ഗോട്ട് ഇൻ ടു ഷേപ്പ് ഫോർ ഇറ്റ്. കാരണം നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാവണമല്ലോ. ഒരു 6 month പ്ലാൻ എടുത്തു. ഇതുപോലത്തെ റോൾസ് എനിക്ക് ചെയ്യണം, എങ്ങനെ എനിക്ക് ഡ്രസ് ചെയ്യാനുണ്ട്, അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു നല്ല ഫോട്ടോഗ്രാഫറിന് അടുത്ത് പോയിട്ട് ഒരു ചെറിയ കോഴ്സും ചെയ്തു അവരോട്. ആക്ടിങ്ങിനുള്ള ഒരു ഇറ്റ് വാസ് എ വെരി ഇൻഫോർമൽ പോലത്തെ കോഴ്സ് ആയിരുന്നു അവരുടെ സ്റ്റുഡിയോയിൽ തന്നെ. വേറെയും കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു കൂടെ, ചില നല്ല ആക്ടേഴ്സ്, സച്ചിൻ ഖേഡേക്കർ പോലത്തെ ചില നല്ല ആക്ടേഴ്സ് വന്നിട്ട് അതിൽ ലെക്ചേഴ്സും എടുത്തു. സോ ഇറ്റ് വാസ് എ വെരി എഡ്യൂക്കേറ്റീവ് സ്റ്റാർട്ട്. അതിന് എനിക്ക് എൻ്റെ ആ ഡിസിഷൻ കറക്റ്റ് ആണെന്ന് ഒരു ഫീലിംഗ് കിട്ടി. സോ ദ ബിഗിനിങ് വാസ് ഗുഡ്, ഇറ്റ് വാസ് പ്ലാൻഡ്, ഇറ്റ് വാസ് ഗുഡ്. എന്നിട്ട് പിന്നെ ഫോട്ടോസിലേക്ക് പോയി. ഫോട്ടോസ് ചെയ്യുന്ന സമയം നമുക്ക് ഏതുപോലത്തെ എക്സ്പ്രഷൻസ് വേണം, എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയവും ഉണ്ടായിരുന്നു. സോ വിത്ത് ദാറ്റ് ഒരു തറോ സ്റ്റഡിയോടാണ് ഇതിൽ കയറിയത്. സോ ദെൻ ദ റിസൾട്ട് വാസ് കറക്റ്റ്. ഞാൻ ഏതൊക്കെയാണ് ടാർഗറ്റ് ചെയ്തതോ അതെല്ലാ മാർക്കറ്റ്സിലും ഐ കുഡ് റീച്ച്. ആഡ്സ് ആയിരുന്നു ടാർഗറ്റ്, ആങ്കറിങ് ആയിരുന്നു ടാർഗറ്റ്, പിന്നെ ടി വിയിൽ കുറേയൊക്കെ TV ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് തോന്നി ഈ ഒരു എക്സ്പീരിയൻസ് ആയ ശേഷം എനിക്ക് തോന്നി നൗ ഐ എം റെഡി ഫോർ മൂവീസ്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എനിക്ക് തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ മൂവീസിലേക്ക് കയറാം. അച്ഛൻ്റെ അമ്മയുടെ ഒരു പെർമിഷനും അവരുടെ ഒരു സപ്പോർട്ട് റെഡി ആയപ്പോൾ ദെൻ ഐ വെന്റ് ഓൺ ടു മൂവീസ്. ഇത്രയും ഒരു പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര ഭംഗിയായിട്ടുള്ള ആ ഒരു ജേർണി എക്സ്പ്ലെയിൻ ചെയ്തതും അത് എക്സ്പീരിയൻസ് ചെയ്തതും ഒരു പക്ഷേ മീര തന്നെയായിരിക്കും. ശരിക്കും ആ ഒരു എഫേർട്ടിനും അതായത് കറക്റ്റായിട്ട് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ചെയ്തതിന്റെ ഒരു റിസൾട്ടാണ് ഫൈനലി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിനൊരു നല്ലൊരു കൈയടി ഞങ്ങൾ നൽകുകയാണ്. ഇനി അടുത്ത വിശേഷം എന്ന് പറഞ്ഞാൽ ബ്ലസ്സി സർ, അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ പോലെ നല്ല കുറേ ടെക്നീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി. അതിൽ മലയാളത്തിൽ തന്നെ നല്ലൊരു ഡയറക്ടറാണ് ബ്ലസ്സി സർ. സോ അദ്ദേഹത്തിൻ്റെ മൂവിയിലേക്ക് എത്തിയതും അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചതാണോ അതെയോ വേറെ ആരെങ്കിലുമൊക്കെ വഴിയാണോ തന്മാത്രയിലേക്ക് എത്തിയത്? ആ സമയത്തിൽ എൻ്റെ അച്ഛൻ്റെ അറിവിലുള്ള ഒരു മാനേജർ എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ ഞങ്ങൾ ചെന്നൈയിലാണ് മീറ്റ് ചെയ്തത് ബ്ലെസ്സി സാറിൻ്റെ ഓഫീസിൽ. നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ബ്ലെസ്സി സാർ എന്നോട് ആ ഫുൾ സ്റ്റോറിയൊക്കെയാണ് അവിടെ പറഞ്ഞത്. ആ ഫുൾ സ്റ്റോറി പറഞ്ഞിട്ട് പിന്നെ അവർ അതിനുള്ള ചില ക്ലോസസ് അത് ഇതൊക്കെ കുറേ കാര്യങ്ങൾ അവർ എനിക്ക് ക്ലിയർ ആയിട്ട് അവർ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു. എനിക്ക് ഒരു ഡൗട്ടും അതിനുശേഷം തോന്നിയിട്ടേ ഇല്ല. ലാലേട്ടനാണ് ഇതില് പെയർ ആവുന്നതെന്നൊക്കെ അറിയുമ്പോൾ, കാരണം അദ്ദേഹത്തിന്റെ മുൻപത്തെ മൂവീസ് കണ്ടിരുന്നോ മലയാളം മൂവീസ്? ഓണസ്റ്റ്ലി ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല. നമ്മൾ അയ്യോ ലാലേട്ടൻ, ആ ഒരു ടെൻഷൻ മീരയ്ക്ക് വന്നിട്ടുണ്ടാവില്ല. വളരെ നല്ല കാര്യം. അതുകൊണ്ട് ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ഈസി ആയിട്ടല്ല, ചാലഞ്ച് ആയിരുന്നു, വലിയ ചാലഞ്ച് ആയിരുന്നു. കാരണം ഫസ്റ്റ്ലി അവർ വെറ്ററനാ. മോഹൻലാൽ സാറിന് പറഞ്ഞാൽ ഹീസ് എ വെറ്ററൻ. അപ്പോൾ അതുപോലത്തെ ഒരു ആർട്ടിസ്റ്റിനോട് നമ്മൾ അഭിനയിക്കുന്ന സമയത്തിൽ ഗ്രാൻറ്റഡ് എനിക്ക് ചില അവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
എൻ്റെ ഭാഗത്തിന് പ്രിപ്പറേഷൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പോകുന്ന സമയത്തിൽ ഐ വോണ്ട് ടു നോ വാട്ട് ഐ എം ഗെറ്റിംഗ് ഇൻ ടു. അത് അറിഞ്ഞാലാണ് നമുക്കൊരു പീസ്ഫുൾ ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോയത്. ലാംഗ്വേജ് ഒരു വലിയ പ്രശ്നമായിരുന്നോ മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന സമയത്ത്? ഇല്ല, ഞാൻ ആ സമയത്തിൽ ഞാൻ മലയാളത്തിൽ പറയുന്നത് ഞാൻ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ എഴുതിയിട്ട് അത് ഞാൻ പിന്നീട് വായിച്ചിട്ട് അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കും. മീനിങ് മനസ്സിലായാൽ പിന്നെ അത് എൻ്റെ തോട്ട് പ്രോസസ് ആണെന്ന് പോലെയാണ് ഞാൻ അത് പറയും. ഓക്കെ.